പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പിഫനി തിരുനാൾ അല്ലെങ്കിൽ പ്രത്യക്ഷവൽക്കരണ തിരുനാൾ ആഘോഷിക്കുകയാണ്. പ്രത്യക്ഷവൽക്കരണ തിരുനാളിന് പരമ്പരാഗതമായി നമ്മൾ പറഞ്ഞു പോരുന്ന മറ്റൊരു പേര് കൂടെയുണ്ട്, പൂജരാജാക്കന്മാരുടെ തിരുനാൾ എന്ന്. ഈശോയെ കാണുവാനായിട്ട് കിഴക്ക് ദേശത്ത് നിന്ന് വന്ന ആ വിജ്ഞാനികളായ മനുഷ്യരെയാണ് നമ്മൾ പൂജരാജാക്കന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ പൂജരാജാക്കന്മാർ ആരായിരുന്നു എന്നാണ് സഭയുടെ പാരമ്പര്യങ്ങൾ പറയുക. എന്തുകൊണ്ടാണ് അവരെ രാജാക്കന്മാർ എന്ന് പറയുക? കാരണം ബൈബിളിൽ ഒരിക്കലും അവരെ രാജാക്കന്മാരെന്നല്ല പറയുക, ജ്ഞാനികളായ മനുഷ്യരെന്നാണ് പറയുക. പിന്നെ എന്തുകൊണ്ടാണ് അവരെ രാജാക്കന്മാരെന്ന് പറയുക? ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുക. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. ഇങ്ങനെയാണത് ആരംഭിക്കുക. ഹെറോദേസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? അപ്പോൾ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ജ്ഞാനികൾ എന്ന്. ഈ ജ്ഞാനികൾ എന്നതിൻ്റെ ഗ്രീക്ക് വാക്ക് മാഗോസ്, അതിൻ്റെ പ്ലൂരൽ, അതിൻ്റെ ബഹുവചനം മാഗോയി എന്ന്. ഇതിൽ നിന്നാണ് മജായി എന്നുള്ള നമ്മുടെ ഇംഗ്ലീഷ് വാക്ക് വരുന്നത്. ഈ മഗോയി എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ജ്ഞാനികൾ എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്, അവർ ആരായിരുന്നു? അവർ കിഴക്കുനിന്ന്, പൗരസ്ത്യ ദേശത്ത് നിന്ന് വന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? എവിടെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന ഈ കിഴക്ക് എന്ന് പറയുന്ന ദേശം? വിവിധങ്ങളായിട്ടുള്ള പാരമ്പര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ എന്താണ് സഭയുടെ പുരാതനമായ പരമ്പരാഗതമായി സഭ കരുതിപ്പോരുന്ന പാരമ്പര്യങ്ങൾ എന്തൊക്കെയാണ്? ക്രൈസ്തവ ചരിത്രത്തിൽ ഇവരെക്കുറിച്ച് പ്രധാനമായിട്ടും 3 പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തേത്, സഭാപിതാക്കന്മാരായ അലക്സാൻഡ്രിയയിലെ വിശുദ്ധ ക്ലെമൻറ്റ്, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം, പോപ്പ് ലിയോ ദ ഗ്രേറ്റ്, മഹാനായ ലയോ പാപ്പ, ജെറുസലേമിലെ വിശുദ്ധ സിറിൽ, ഇവരൊക്കെ ഈ സഭാപിതാക്കന്മാരൊക്കെ കരുതുകയും എഴുതുകയുമൊക്കെ ചെയ്തിരിക്കുന്നത് ഈ ജ്ഞാനികൾ പേർഷ്യയിൽ നിന്നുള്ളവരായിരുന്നു എന്നാണ്. കാരണം പുരാതന കാലത്ത് അറിവിലും പാണ്ഡിത്യത്തിലും സമ്പത്തിലുമൊക്കെ വളരെയധികം സമ്പന്നമായ ഒരു പ്രദേശമായിരുന്നു പേർഷ്യ. പ്രത്യേകിച്ച് വാനശാസ്ത്ര നിരീക്ഷണ രംഗത്തൊക്കെ വളരെയധികം മുന്നേറ്റങ്ങൾ നടത്തിയിരുന്ന ഒരു പ്രദേശമായിരുന്നു പേർഷ്യ എന്നാണ് കരുതപ്പെട്ടിരുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വ്യാഖ്യാനം, അത് പറയുന്നത് സഭാപിതാക്കന്മാരായ വിശുദ്ധ ജെറോം, വിശുദ്ധ അഗസ്റ്റിൻ, പിന്നെ ഒരു മിഡീവൽ കാലഘട്ടത്തിലെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനം പുസ്തകമായിട്ടുള്ള ഗ്ലോസ ഓറിയന്താലിയ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലുമൊക്കെ ഇത് പറയുന്നുണ്ട്. അവർ പറയുക ഇവർ ബാബിലോണിൽ നിന്നുള്ളവരായിരുന്നു എന്നാണ്, ബാബിലോണിയയിൽ നിന്നുള്ളവർ. കാരണം ബാബിലോണിയ ജെറൂസലേമിൻ്റെ കിഴക്ക് ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശം ആ ബാബിലോണിയ പ്രദേശമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ബാബിലോണിയ പ്രദേശത്ത് നിന്നുള്ളവരായിരിക്കണം ഇവരെന്നാണ് ഈ സഭാപിതാക്കന്മാർ പറയുക. മൂന്നാമത്തെ ഒരു വ്യാഖ്യാനം വളരെ പ്രധാനപ്പെട്ടത് ഇതാണ്. ഏറ്റവും ശക്തമായതും ഏറ്റവും സാധ്യതയുള്ളതുമായ ഈ അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് സഭാപിതാക്കന്മാരായ രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ, തെർത്തുല്യാൻ, കാർത്തേജിലെ വിശുദ്ധ സിപ്രിയാൻ, എപ്പിഫാനിയൂസ്, അതുകൂടാതെ മറ്റു പല സഭാപിതാക്കന്മാരുമൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. കിഴക്ക് ദേശത്ത് നിന്നുള്ള ജ്ഞാനികൾ എന്ന് മത്തായി ഉദ്ദേശിക്കുക അറേബ്യയിൽ നിന്നുള്ളവരെ കുറിച്ചാണ് എന്നാണ്. ഇതിനടിസ്ഥാനമായി ഒരു പറയുന്ന കാരണം ഇതാണ്. എപ്പോഴെല്ലാം മത്തായി ഈശോയുടെ ശൈശവ വിവരണം, ആ ഇൻഫൻസി നറേഷൻസ് നൽകുന്നു, അപ്പോഴെല്ലാം മത്തായി ഇസയാസ് പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഒരു പ്രവചനത്തെ എപ്പോഴും അടിസ്ഥാനമാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് മത്തായി പറയുന്ന ഒരു ഇസയാസ് പ്രവാചകൻ്റെ ഒരു പ്രവചനം മത്തായി എടുക്കുന്നത് ഇസയാസ് പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായത്തിലെ 6-ാം വാക്യമാണ്. അവിടെ രക്ഷയുടെ
ദാറ്റ് ഫ്യൂച്ചർ ഏജ് ഓഫ് സാൽവേഷൻ, വരുവാനിരിക്കുന്ന ആ രക്ഷയുടെ യുഗത്തെക്കുറിച്ച് ഇസയാസ് പറയുമ്പോൾ പുതിയ ജെറുസലേമിനെ കുറിച്ചുള്ള ഒരു വിവരണം നൽകുകയാണ്. ഇസയാസ് അവിടെ ഇങ്ങനെ പറയുന്നു, ഒട്ടകങ്ങളുടെ ഒരു പറ്റം മിദിയാനിലെയും ഏഫായിലെയും കാളക്കുറ്റന്മാരുടെ കൂട്ടം നിന്നെ മറയ്ക്കും. അപ്പോൾ ഷേബായിൽ നിന്നുള്ളവരും വരും. അവർ സ്വർണവും കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിൻ്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് മത്തായി അടിസ്ഥാനമാക്കുന്ന ഇസയാസ് പ്രവാചകൻ്റെ പുസ്തകം. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നൊരു പ്രദേശം ഷേബായാണ്. ഷേബ. അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്ന ജ്ഞാനികൾ സ്വർണവും കുന്തിരിക്കവും മീറയും കാഴ്ചയായി കൊണ്ടുവന്നുവെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇത് ഇസയാസ് പ്രവാചകൻ്റെ തന്നെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് കരുതപ്പെടുന്നത്. അവിടെ ഇസയാസ് പറയുന്ന ഷേബായും മിദിയാനും ഏഫയും അറേബ്യയിലെ പ്രദേശങ്ങളാണ്. അറേബ്യയിലെ പ്രദേശങ്ങൾ അന്ന് വളരെയധികം സമ്പന്നമായിരുന്നു, സാംസ്കാരികമായിട്ടും ശാസ്ത്രപരമായിട്ടും. പ്രത്യേകിച്ച് വാന നിരീക്ഷണങ്ങളിലൊക്കെ അവർ വളരെയധികം പുരോഗതി നേടിയിരുന്നു. അറേബ്യ എന്ന് പറയുമ്പോൾ ഈ 6-ാം നൂറ്റാണ്ടിനൊക്കെ മുൻപിലുള്ള അറേബ്യയാണ്, ഇസ്ലാം ആരംഭിക്കുന്നതിന് മുൻപുള്ള അറേബ്യയാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. മുഹമ്മദിൻ്റെയൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള അറേബ്യ, 6 നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള അറേബ്യയെക്കുറിച്ചാണ് പറയുക. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം സങ്കീർത്തനം 72 ആ സങ്കീർത്തനമാണ് ഈ ഇന്നത്തെ നമ്മുടെ പ്രതിവചന സങ്കീർത്തനമായിട്ട് നൽകിയിരിക്കുക. എല്ലാ രാജാക്കന്മാരും കർത്താവിൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. 72 സങ്കീർത്തനം. അത് യഥാർത്ഥത്തിൽ അത് സോളമനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ഒരു സങ്കീർത്തനമാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് ഭാവിയിൽ വരുവാനിരിക്കുന്ന ഒരു സോളമനുണ്ട്, ഒരു ഫ്യൂച്ചർ സോളമൻ. അതൊരു മെസ്സിയാനിക് സോളമൻ, മെസ്സിയാനിക് രാജാവ്, ദാവീദിൻ്റെ പുത്രൻ എന്നൊക്കെ മിശിഹായെക്കുറിച്ച് പറയുന്നത് പോലെ യഥാർത്ഥ ദാവീദിൻ്റെ പുത്രൻ സോളമനാണ്. അപ്പോൾ മിശിഹ ഒരു ഫ്യൂച്ചർ സോളമനായിരിക്കും. ആ രാജാവിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുക, എ ഫ്യൂച്ചർ മെസ്സിയാനിക് സോളമൻ. അപ്പോൾ വിജാതീയ രാജാക്കന്മാർ വരികയും ആ ഫ്യൂച്ചർ മെസ്സിയാനിക് സോളമനെ, ആ മെസ്സിയാനിക് രാജാവിനെ കുമ്പിട്ട് വണങ്ങുകയും ചെയ്യും. അതായത് വിജാതീയ രാജാക്കന്മാർ കുമ്പിട്ട് വണങ്ങുവാൻ പോകുന്ന ഒരു യഹൂദ രാജാവ്. സങ്കീർത്തനം 72:15 വാക്യം ഇങ്ങനെയാണ്, അവന് ദീർഘായുസ്സുണ്ടാകട്ടെ, ഷേബായിലെ സ്വർണം അവന് കാഴ്ചയായി ലഭിക്കട്ടെ, അവന് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥന ഉയരട്ടെ, അവൻ്റെ മേൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പോൾ ഷേബ ഇവിടെ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ ഷേബായും ഈ രാജാവും ഈ രാജാവിന് കാഴ്ചയർപ്പിക്കുന്നതുമെല്ലാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഷേബ വീണ്ടും അറേബ്യയിലെ പ്രദേശം തന്നെയാണ്. കൂടാതെ 72-ാം സങ്കീർത്തനം അതെങ്ങനെയാണ്, താർഷിഷിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ അവന് കപ്പം കൊടുക്കട്ടെ, ആ ഫ്യൂച്ചർ മെസ്സിയാനിക് കിങ്ങിന്. ഷേബായിലെയും സേബായിലെയും രാജാക്കന്മാർ അവന് കാഴ്ചകൾ കൊണ്ടുവരട്ടെ. എല്ലാ രാജാക്കന്മാരും അവൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ, എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. ഇതാണ് സങ്കീർത്തനം പറയുക. അവിടെ എല്ലാം വ്യക്തമായിട്ട് പറയുന്നത് ഷേബ, മിദിയാൻ, സേബ ഈ പ്രദേശങ്ങളെക്കുറിച്ചാണ്. ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ഈ പറയപ്പെടുന്ന അറേബ്യ എന്ന് പറയുന്ന ദേശത്ത് ഉള്ള പ്രദേശങ്ങളാണ്. പണ്ഡിതന്മാർ പറയുക, ഇസയാസ് പ്രവാചകൻ്റെയും ഈ 72-ാം സങ്കീർത്തനത്തിൻ്റെയും പൂർത്തീകരണമാണ് യഥാർത്ഥത്തിൽ മത്തായി തൻ്റെ സുവിശേഷത്തിൽ വിവരിക്കുന്ന ഈ ജ്ഞാനികളുടെ സന്ദർശനവും അവരുടെ കാഴ്ച സമർപ്പണവും. അപ്പോൾ ഷേബായിൽ നിന്നുള്ള സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും ഈ മെസ്സിയാനിക് രാജാവിന് കാഴ്ചയായിട്ട് ലഭിക്കും, ആ പുതിയ സോളമന്. അപ്പോൾ ഒന്നുകൂടെ പറയുന്നുണ്ട് മത്തായി അവിടെ, ഈശോ പുതിയ സോളമനാണ്, ദാവീദിൻ്റെ പുത്രൻ. ദാവീദിൻ്റെ പുത്രൻ, മെസ്സിയായെക്കുറിച്ച് അവർ പറയുന്നത് ദാവീദിൻ്റെ പുത്രൻ എന്നാണ്. ഇതാ ദാവീദിൻ്റെ പുത്രൻ. അപ്പോൾ മത്തായി പറയുന്ന കിഴക്ക് അറേബ്യ ആണ് എന്നുള്ളതാണ് ആദിമകാലം മുതൽ തന്നെ സഭാപിതാക്കന്മാരുടെ അഭിപ്രായം. പിന്നെ മത്തായി ഒരിക്കലും ഇവിടെ പറയുന്നില്ല ഈ 3 ജ്ഞാനികൾ രാജാക്കന്മാരായിരുന്നു എന്ന്.
അവർ ജ്ഞാനികളായിരുന്നു എന്നാണ് പറയുക. പിന്നെ എങ്ങനെയാണ് ഇവരെ നമ്മൾ രാജാക്കന്മാർ, പൂജരാജാക്കന്മാർ എന്നൊക്കെ വിളിക്കുന്നത്? അതിനുള്ള ഉത്തരവും 72-ാം സങ്കീർത്തനത്തിൽ തന്നെയാണ് പറയുക. അപ്പോൾ താർഷിഷിലെയും ഷേബായിലെയും സേബായിലെയും പുതിയ രാജാവിന് കപ്പം കൊടുക്കുകയും വണങ്ങുകയും ചെയ്യുന്ന ഇവിടുത്തെ രാജാക്കന്മാർ, മനസ്സിലായി? അപ്പോൾ താർഷിഷിലെ രാജാക്കന്മാർ, താർഷിഷിലെയും സേബായിലെയും ഷേബായിലെയും രാജാക്കന്മാർ വന്നിട്ടാണ് നമ്മുടെ മെസ്സിയാനിക് രാജാവിന് കപ്പം കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 3 പേരെ അപ്പോൾ രാജാക്കന്മാരായിട്ട് തന്നെ, അവർ രാജാക്കന്മാരെക്കുറിച്ചാണ് പ്രവചനമെങ്കിൽ ഇവർ തീർച്ചയായിട്ടും രാജാക്കന്മാരായിട്ട് തന്നെയാണ് ഈ ജ്ഞാനികളും ഗണിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പദവിയാണ് ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കുവാൻ സാധിക്കാം. പിന്നെ ഇവർ 3 പേരായിരുന്നു എന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നില്ല. വന്നത് 3 പേരായിരുന്നു എന്ന്, ജ്ഞാനികൾ വന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ, മത്തായി പറയുന്നുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഇവർ 3 പേരായിരുന്നു എന്ന് നമ്മൾ കണക്കാക്കുന്നത്? അത് അവർ അർപ്പിക്കുന്ന കാഴ്ചകളുടെ എണ്ണം കണക്കാക്കിയാണ്. ഈ ജ്ഞാനികൾ വന്ന് ഈശോയ്ക്ക് മുൻപിൽ സ്വർണം, കുന്തിരിക്കം, മീറ എന്നിവർ കാഴ്ചവെച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ 3 കാഴ്ചകളെക്കുറിച്ച് പറയുന്നത് കൊണ്ട് ഓരോരുത്തരും ഓരോ വസ്തു കാഴ്ചയായിട്ട് കൊണ്ടുവന്നിരിക്കാം. അങ്ങനെ അവർ 3 പേരായിരിക്കാം. അതാണ് പാരമ്പര്യത്തിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് വരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാരമ്പര്യങ്ങൾ രൂപപ്പെടുന്നത് നോക്കുക, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനമാണ് യഥാർത്ഥത്തിൽ പാരമ്പര്യമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് പറയുന്നത് പ്രവചനങ്ങൾ ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നു. അതായത് യേശു പുതിയ സോളമനാണ്. പക്ഷേ നോക്കുക, ഈശോ തന്നെ പറയുന്നുണ്ട്, ഞാൻ പുതിയ സോളമൻ മാത്രമല്ല, സോളമനേക്കാൾ വലിയവൻ, ഗ്രേറ്റർ ദാൻ സോളമൻ, സോളമനേക്കാൾ വലിയവൻ. യേശു തന്നെ ഒരിക്കൽ പറയുന്നുണ്ട്, ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിവസം ഈ തലമുറയോടൊത്ത് ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കുവാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നെത്തി. എന്നാൽ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. ഈശോ തന്നെക്കുറിച്ച് പറയുക സോളമനേക്കാൾ വലിയവൻ എന്നാണ്. അപ്പോൾ കിഴക്ക് നിന്നുള്ള ഈ ജ്ഞാനികളായ രാജാക്കന്മാർ പഴയ നിയമത്തിൽ സോളമനേക്കാൾ ഉന്നതനായ മഹത്വമുള്ളവനായ മിശിഹായെക്കുറിച്ച് പറയുന്ന പ്രവചനം പൂർത്തീകരിക്കുകയാണ്. അല്ലെങ്കിൽ പൂർത്തീകരിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷത്തിലാണ്. എങ്ങനെ? സ്വർണവും കുന്തിരിക്കവും മീറയും കാഴ്ചയായി സമർപ്പിച്ചുകൊണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പാരമ്പര്യം എത്യോപ്യൻ സഭകളിലുള്ള ഒരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യം അനുസരിച്ച് അവർ ഈ 3 ജ്ഞാനികൾക്ക് പ്രത്യേകമായ പേരുകളുണ്ട്. ആ പേരുകൾ എങ്ങനെയാണ്? ബാൽത്തസാർ, കാസ്പർ, മെൽക്കിയോർ. ഈ 3 പേരാണ്. ബാൽത്തസാർ, കാസ്പർ, മെൽക്കിയോർ എന്നാണ് ഇവരുടെ പേരുകൾ ആ പാരമ്പര്യം അനുസരിച്ചുള്ളത്. എന്നിട്ട് അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബാൽത്തസാർ അദ്ദേഹം ഇന്ത്യക്കാരനായിരുന്നു എന്നുമാണ് എത്യോപ്യൻ പാരമ്പര്യത്തിൽ പറയുന്നത്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 3 വിജ്ഞാനികളെക്കുറിച്ചുള്ള ചിത്രീകരണം സഭയുടെ ആദ്യകാലം മുതൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഏകദേശം 2-3 നൂറ്റാണ്ടുകളിലേത് എന്ന് കരുതപ്പെടുന്ന റോമിലെ പ്രിഷില്ലായുടെ കാറ്റകൂമ്പുകളിൽ നമ്മൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മുൻപിൽ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഈശോയുടെ മുൻപിൽ നിൽക്കുന്ന ഈ 3 പേരെ ചിത്രീകരിക്കുന്നത് കാണുന്നുണ്ട്. അതായിരിക്കണം ഏറ്റവും പുരാതനമായ ഈ പൂജരാജാക്കന്മാരുടെ ചിത്രീകരണം. അപ്പോൾ നോക്കുക, ആ 2-3 നൂറ്റാണ്ടുകൾ മുതൽ തന്നെ ഇവരെക്കുറിച്ചുള്ള അറിവും ഇവരെക്കുറിച്ചുള്ള പാരമ്പര്യങ്ങളും സഭയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വലിയൊരു പാരമ്പര്യത്തിൻ്റെ സംവാഹകർ കൂടെയാണ് നമ്മൾ എന്നതുകൂടെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനപൂർവ്വം അനുസ്മരിക്കാവുന്നതാണ്.